വെൽക്കം ടു ഐഷസ് അക്കാഡമി. S4 M.Com ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 5 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ചോദിക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ അടുത്ത് നമ്മൾ പറയുന്ന പ്രോബ്ലം നമുക്ക് ചോദിക്കാൻ അറിയാലോ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രോബ്ലംസും ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പ്രോബ്ലം അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോബ്ലംസിൽ നമ്മൾ നോക്കേണ്ടത് പേ ബാക്ക് പീരീഡിന്റെ കാൽക്കുലേഷൻ. അപ്പോൾ പേ ബാക്ക് പീരീഡിന്റെ കാൽക്കുലേഷൻ ഒക്കെ 5 മാർക്സിന് ചോദിക്കും. അപ്പോൾ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ പേ ബാക്ക് പീരീഡിന്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ലിവറേജസ്, ഫിനാൻഷ്യൽ ഡിസിഷൻ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ടൈപ്സ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണെന്നുള്ളതൊന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. അപ്പോൾ അത് രണ്ടുമായിട്ടും കണക്ട് ചെയ്തിട്ട് ലിവറേജിനെയും ഡിസിഷനെയും കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇത് ലിവറേജസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ പറയുന്നത് പ്രോബ്ലം ആണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ IRR-ലോ അല്ലെങ്കിൽ AIRR-ലോ ഒക്കെ ഉള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം, ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നോക്കി വെച്ചേക്കുക. പിന്നെ എന്താണ്, ഇൻവെന്ററി മാനേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഇൻവെന്ററി മാനേജ്മെന്റ്. ഇപ്പൊ പ്രീവിയസ് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻവെന്ററി മാനേജ്മെന്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണെന്നുള്ളതും അതിന്റെ ഡിഫറെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്താണെന്നും ചോദിക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും കേട്ടോ. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ നോക്കി വെച്ചേക്കുക, അതിന്റെ ടെക്നിക്സും നോക്കി വെച്ചേക്കുക. പിന്നെ വാട്ട് ഈസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കാം. ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്, ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മൊത്തത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് തിയറീസും കൂടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നും നിങ്ങൾ നോക്കി വെച്ചേക്കുക. ക്യാഷ് മാനേജ്മെന്റ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡിഫൈൻ ക്യാഷ് മാനേജ്മെന്റ്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്. ക്യാഷ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതും പിന്നെ ക്യാഷ് ഹെൽഡ് ചെയ്യുന്നതിന്റെ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ് എന്ന് പറയുന്ന ഏരിയയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കുക. പിന്നെന്താണ്, പിന്നെ പ്രോബ്ലത്തിന്റെ ഏരിയയിൽ നമ്മൾ പറയുന്നത് കുറച്ച് ഇൻഫർമേഷൻസ്, ഏർണിങ്സ് പെർ ഷെയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാമോ, ഓരോ പ്രൈസ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോഡൽ തന്നിട്ടുണ്ടായിരിക്കും. ആ മോഡൽ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് പ്രകാരം ഷെയർ പ്രൈസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 4 key decisions in the scope of financial management. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 മാർക്സ് ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന സ്കോപ്പുകൾ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.